ഇന്ന് മാർച്ച് 30 വേൾഡ് ബൈപ്പോളാർ ഡേ. ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. ഒരു എക്സ്ട്രീം ഷിഫ്റ്റ് നമ്മുടെ മൂഡിൽ, ആക്ടിവിറ്റി ലെവലിൽ, എനർജി ലെവലിൽ എല്ലാം കാണപ്പെടാം. ഈ ഒരു ബൈപ്പോളാർ ഡിസോർഡറിൽ പലതരത്തിലുള്ള മൂഡ് എപ്പിസോഡുകൾ ഉണ്ടാവാം. മാനിയ, ഹൈപ്പോമാനിയ, ഡിപ്രഷൻ. ഇത് ആ വ്യക്തിയുടെ റിലേഷൻഷിപ്പിനെയും വർക്കിനെയും ഫാമിലി ലൈഫിനെയും പേഴ്സണൽ ലൈഫിനെയും എല്ലാം ബാധിച്ചെന്ന് വരാം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഇത് നമുക്കുണ്ടോ, അല്ലെങ്കിൽ അവനോ അവൾക്കോ ബൈപ്പോളാർ ആണോ എന്നൊക്കെ തോന്നും. ഗൂഗിൾ നോക്കിയും യൂട്യൂബ് നോക്കിയും അതേപോലെ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ടും നമ്മൾ സ്വയം നമ്മളെ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ ശ്രമിക്കും. ഇതൊന്നും ശരിയായ രീതിയല്ല. ഇതൊക്കെ ഒരു ബിഗ് നോ ആണ്. ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഇൻഫർമേഷൻസ് എല്ലായിടത്തും അവൈലബിൾ ആണ്. പക്ഷേ എല്ലാം ശരിയായ വിവരം ആവണം എന്നില്ല. സിംറ്റംസ് റിലേറ്റ് ചെയ്ത് ലേബൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് എപ്പോഴും ഒരു ക്വാളിഫൈഡ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ സപ്പോർട്ട് ഉറപ്പുവരുത്തുക. ഒരു ബൈപ്പോളാർ ഡിസോർഡർ ഉള്ള ആളിന് ശരിയായ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയാൽ അവർക്ക് സ്റ്റേബിൾ ആൻഡ് മീനിങ് ലൈഫ് നയിക്കാൻ കഴിയും. വർഷങ്ങളായി വേദ ഹാപ്പിനെസ് സെൻറ്റർ അത്തരത്തിലുള്ള റീഹാബിലിറ്റേഷൻസ് കാസർഗോഡ് അഭിമാനപൂർവ്വം നടത്തി വരുന്നു. ഇറ്റ്സ് എ ട്രസ്റ്റഡ് ആൻഡ് സേഫ് സ്പേസ്. അസംഷൻസിന് പകരം അവയർനെസ് ഉണ്ടാക്കാം.